ഹലോ കൂട്ടുകാരെ, ലൈറ്റ് ഹൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ അത് ചൂടാക്കി തരാനുള്ള ഉദ്ദേശമാണെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി കൊണ്ട് നൂഡിൽസ് അപ്പോൾ എക്സ്ട്രാ കുറച്ച് അധികം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കാലത്തെ കുറച്ച് കുറവായിരുന്നു, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായത് സവാള വേണം, 2-3 സവാള മീഡിയം അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ, ഇത്രയും വേണം. പിന്നെ 3 കോഴിമുട്ട, എത്ര കോഴിമുട്ടയാണെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. പൊടികളായിട്ട് മുളകും പൊടി, കുരുമുളക് പൊടി, മാഗി പൗഡർ വേണം, ചിക്കൻ മസാലയുടെ പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി 1.25 സ്പൂൺ അളവിനാണ് എടുത്തുള്ളത് കേട്ടോ. കറിവേപ്പില, പാകത്തിന് ഉപ്പ്. നമുക്കിത് ഈ ചപ്പാത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം. സോ നമ്മളിത് ചപ്പാത്തി ഇതുപോലെ പല ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. എങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതേ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വാടി വരട്ടെ, നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടണം കേട്ടോ. ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും, വെറൈറ്റി ആവുമല്ലോ. നന്നായി വാടി വരട്ടെ. നന്നായി വാടി ബ്രൗൺ കളറൊന്നും സവാള വരേണ്ട ഒരു കാര്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മിക്സായി വരട്ടെ, ഒന്ന് വാടി വരാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച പൊടികളുണ്ടല്ലോ, അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് കേട്ടോ. വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച പൊടികളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വാടി വരട്ടെ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ. പക്ഷേ സോസ് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച കോഴിമുട്ട അത് പൊട്ടിച്ചു കൊടുക്കാം. കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആ മസാലയിൽ നന്നായി മിക്സ് ആവട്ടെ. നമ്മുടെ കോഴിമുട്ട നന്നായി തന്നെ മിക്സാക്കി കൊടുക്കുക. മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നന്നായി ആ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ, ചപ്പാത്തിയിലേക്ക് നന്നായി പിടിക്കട്ടെ. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. നന്നായി ഉടച്ച് കൊടുക്കുക കേട്ടോ. പറ്റുന്ന രീതിയിൽ ഉടച്ച് കൊടുക്കട്ടെ. കുഴഞ്ഞു പോകുന്നില്ല, ചപ്പാത്തി അല്ലേ. അപ്പോൾ നന്നായി ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. മക്കൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. മക്കൾക്ക് നല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.